1990 മെയ് മാസം 5-ാം തീയതിയാണ് ഞാൻ ജനിക്കുന്നത്. അവിടുന്ന് പുറകോട്ട് ആലോചിച്ച് പോകുമ്പോൾ ഞാൻ ജനിക്കാൻ വേണ്ടിയിട്ടുള്ള വിത്ത് അച്ഛൻ വിതയ്ക്കുന്നതിന് മുമ്പേ, എൻ്റെ അച്ഛൻ വിതയ്ക്കുന്നതിന് മുമ്പേ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റിലീസായിട്ടുള്ള സിനിമയാണ് കിരീടം. പക്ഷേ ഒന്ന് ആലോചിക്കുക, ഞാൻ ജനിക്കുന്നതിനും മുമ്പേ ഇറങ്ങിയിട്ടുള്ളൊരു പടം. അത് ഞാൻ ജനിച്ച് എത്രയോ വട്ടം ഞാൻ ആ സിനിമ കണ്ടു. അതെനിക്ക് അത്രയും പ്രിയപ്പെട്ടൊരു സിനിമയായിട്ട്, അതിൽ ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പോലെ, കഥാപാത്രങ്ങൾ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പോലെ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സിനിമ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ റിലീസ് ചെയ്യുന്നു, അത് റീമാസ്റ്റർ ചെയ്ത് വരുന്നു. അത് ഞാൻ തിയേറ്ററിൽ പോയി കാണുന്നു. പക്ഷേ ഞാൻ ഇപ്പോഴും പറയട്ടെ, ഞാൻ ആ സിനിമ തിയേറ്ററിൽ കാണുന്ന സമയത്ത് പുതിയൊരു സിനിമ തിയേറ്ററിൽ കാണുന്ന പോലെ, അല്ലെങ്കിൽ ഇത്രയും തവണ ആവർത്തിച്ച് കണ്ടാലേ ഇതിലെ കഥയും സന്ദർഭങ്ങളും എല്ലാം നമുക്കറിയാമല്ലോ, കഥാപാത്രങ്ങളെ ഇമോഷൻസിനെ എല്ലാം നമുക്കറിയാമല്ലോ. അപ്പോൾ തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ എന്ത് പുതുമ ഫീൽ ചെയ്യാനാണ്. പക്ഷേ ഞാൻ പറയുന്നത് അത്രയും ഫ്രഷായിട്ട് ഞാനൊരു സിനിമ കാണുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. തുടക്കത്തിൽ നമ്മളിതിൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റിയൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണല്ലോ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം ജീപ്പ് വരുന്നു, സേതുമാധവൻ ഇറങ്ങി വരുന്നു, അച്ഛനെ സല്യൂട്ട് കൊടുക്കുന്നു, അപ്പോൾ മറ്റേ പള്ളിമണി അടിക്കുന്നു. അപ്പോൾ ആ ട്രാൻസിഷൻ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. അന്നക്കാലത്ത് ഇങ്ങനെ ചെയ്തല്ലോ. പഴയ പ്രിൻ്റ് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവുന്നതിനേക്കാൾ നമ്മൾ ഇമോഷൻസിലാണ് ഹുക്കാവുന്നത്. പക്ഷേ ഇതിൽ അവർ ട്രാൻസിഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്കുകളും കാര്യങ്ങളും കൊള്ളാലോ എന്ന് വിചാരിച്ചിരുന്ന് കണ്ടു. പക്ഷേ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ സിനിമയിലേക്ക് ഇറങ്ങിപ്പോയി. എന്താ പറയുക, ആദ്യമായി ഒരു സിനിമ കാണുന്ന സമയത്ത് നമ്മളതിലെ പെർഫോമൻസുകൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന പോലെ, ശരിക്കും ഇതുവരെ ഞാൻ ഇവരുടെ ഒന്നും പെർഫോമൻസ് കണ്ടില്ലല്ലോ എന്ന് തോന്നിപ്പോകുന്ന പോലെ അങ്ങനെ അത്ഭുതകരമായ രീതിയിൽ മുന്നോട്ട് പോയി. ഒരു വട്ടം പോലും ഫോൺ എടുത്ത് നോക്കാൻ തോന്നാതെ, ഒരു വട്ടം പോലും ഞാൻ കണ്ട സിനിമ ആവർത്തിച്ച് കാണുമെന്ന് പറയുന്ന ഫീലിലേക്ക് വരാതെ, അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. അതിൻ്റെ ഓഡിയോ വിഷ്വൽ പരിപാടികളൊക്കെ ഒരിടത്തും, സാധാരണ ഇങ്ങനെ റീമാസ്റ്റർ ചെയ്ത് വരുന്ന സിനിമകളിൽ ഇവർ എക്സ്ട്രാ ഇടുന്ന മ്യൂസിക്, എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ഫ്രെയിം, ഗ്രാഫിക്സ്, ഇതൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ മനസ്സിലായിട്ടൊരു ജമ്പ് ഫീൽ ചെയ്യും. ഇതിൽ അവരങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും പറയാൻ പാകത്തിന് എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അത്രയും ഞാൻ സിനിമയിൽ ഇന്നായിട്ടിരുന്ന് കണ്ടു. ഞാൻ പറയുന്നത്, കിരീടം റീവാച്ച് ചെയ്യാൻ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, തിയേറ്ററിൽ കാണാൻ പറ്റുകയാണെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് എന്നാണ് ഞാൻ പറയുക. കാര്യം ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്പർ 1, അവർ കൊടുത്തിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണ്. ഇങ്ങനെ പടം കണ്ടപ്പോഴാണ് ഈ അച്യുതൻ നായർ താമസിച്ചിരുന്ന, അയാൾ കുടുംബമായിട്ട് താമസിച്ചിരുന്ന വീട്, ആ വീടിൻ്റെ ഭിത്തിയിലൊക്കെയുള്ള പാടുകൾ, അവിടെ മുറ്റത്ത് വെച്ചിട്ടുള്ള ചെടികൾ, ഇതൊന്നും എൻ്റെ മനസ്സിലില്ല. പുറത്തിരിക്കുന്ന ഒരാൾ എന്തോ പഠിക്കുന്നു, അപ്പം അച്ഛൻ കയറി വരുന്നു, അമ്മ വരുന്നു, ഡയലോഗ് പറയുന്നു, പോകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ ഓരോ ഫ്രെയിമിലും അവർ കൊണ്ടുവച്ചിരിക്കുന്ന സാധനങ്ങൾ കാണുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചില ഫ്രെയിമൊക്കെ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ആലോചിക്കുമ്പോൾ അത് ചിലപ്പോൾ അന്ന് തിയേറ്ററിൽ കണ്ടിട്ടുള്ള ആളുകൾക്ക് അപ്പം തന്നെ മനസ്സിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ഇത്രയും മിഴിവോടുകൂടി വലിയൊരു സ്ക്രീനിൽ കാണുന്ന സമയത്ത്, നമ്മൾ സാധാരണ പഴയ മറ്റേ ട്യൂബ് TV ഉണ്ടല്ലോ, ആ TV-യുടെ കാലം തൊട്ട് അങ്ങനെയൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പം ചെറിയ മോണിറ്ററിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സിനിമ ഇത്രയും വലിയൊരു സ്ക്രീനിൽ ഇത്രയും ഡീറ്റെയിലിങ്സിൽ കാണുക എന്ന് പറയുമ്പോൾ, അതും 4K-ലേക്ക് അവർ അപ്സ്കെയിൽ ചെയ്തിട്ട് അങ്ങനെ കാണുമ്പോഴേ ഓരോ ക്യാരക്ടേഴ്സിനും, അവരുടെ കോസ്റ്റ്യൂംസിന്, സ്ഥലങ്ങൾക്ക്, പ്രത്യേകിച്ച് മറ്റേ കിരീടം പാലം, ആ പാട്ടൊക്കെ ഉണ്ടല്ലോ, ലാലേട്ടൻ നടന്നു പോകുമ്പോൾ ആ ഫ്രെയിം ഇങ്ങനെ വരുന്നത്, അതൊക്കെ ഇത്രയും ഡീറ്റെയിലിങ്ങിൽ കാണുമ്പോഴേ ഇറ്റ്സ് എ ഫീലിംഗ്. എന്താ പറയുക, അത് ഭയങ്കര എക്സ്പീരിയൻസാണ്. പടം കാണുന്ന സമയത്ത് എനിക്ക് തോന്നി ലാലേട്ടൻ ഇനി ഒരിക്കലും, ലാലേട്ടൻ എങ്ങനെ തലകുത്തി നിന്നാലും ആ പെർഫോമൻസ് എടുക്കാൻ പറ്റില്ല. കാര്യം അതെന്ത് ലാലേട്ടനായിരുന്നു, എന്തൊരു ഭയങ്കര ക്യൂട്ട് ആൻഡ് ചബ്ബിയായിട്ട് ക്യാരക്ടർ, അയാളുടെ ഇമോഷൻസ്, ഇതൊക്കെ വലിയ സ്ക്രീനിൽ ഇങ്ങനെ കാണുന്ന സമയത്ത് ആ മനുഷ്യൻ്റെ മുഖത്ത് എന്തൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹം മാത്രമല്ല കേട്ടോ, എല്ലാവരും. ഇപ്പം ഞാൻ സിനിമ കണ്ട സമയത്ത് ഞാൻ ആലോചിച്ചത് ഇവരുടെ ഓരോരുത്തരുടെ ഇമോഷൻസ് ആയിരുന്നു. അച്യുതൻ നായർ എന്ന് പറയുന്ന കഥാപാത്രം, അയാൾ മക്കളോട് പഠിക്കാനാണ് പറയുന്നത്, എല്ലാ മക്കളോടും പഠിക്കാൻ പറയുന്നു, അതിൻ്റെ പേരിൽ വഴക്ക് പറയുന്നു, അവർക്കൊരു ലക്ഷ്യം ഉണ്ടാവേണ്ടതിനെക്കുറിച്ച് പറയുന്നു. ഒരു പക്ഷേ അയാളുടെ കുട്ടിക്കാലത്ത് അയാൾക്ക് കിട്ടാതിരുന്ന പല സാഹചര്യങ്ങളുണ്ടാവും, പഠിച്ചതുകൊണ്ട് മാത്രം അയാൾ രക്ഷപ്പെട്ടതായിരിക്കും. അപ്പോൾ മക്കളെ നിർബന്ധിക്കുന്നു, അവരുടെ ഇഷ്ടം എന്താണെന്നുള്ളത് ഇയാൾ ചോദിക്കുന്നില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അയാൾ പല സമയത്തും വളരെ ഇമോഷണലി റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രം അയാൾക്ക് കൈവിട്ട് പോകുന്ന അല്ലേ മകനെ എന്ന് ഇപ്രാവശ്യം സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി. കാര്യം പല സിറ്റുവേഷൻസിലും അയാൾക്ക് സേതുമാധവനെ തിരിച്ചു പിടിക്കാമായിരുന്നില്ലേ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അമ്മ അവർ റിയാക്ട് ചെയ്തിരുന്ന പല സിറ്റുവേഷൻസും ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ, അയാളുടെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു മുറപ്പെണ്ണിനോട്, ദേവിയോട് പെരുമാറുന്ന രീതി കാണുമ്പോൾ ഇതിങ്ങനെയായിരുന്നോ വേണ്ടിയിരുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നതല്ല. നമ്മൾ ഇന്നൊരു സിനിമ കാണുമ്പോൾ ഏത് മോഡിൽ, ഏത് രീതിയിൽ കാണുമോ അങ്ങനെ കാണാൻ പറ്റുന്നു സിനിമ. അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സും ഉണ്ട് ഇതിനകത്ത്. ഫിലോമിന അവതരിപ്പിക്കുന്ന മുത്തശ്ശി കഥാപാത്രം, അവരെ ഒരു രസമുള്ള, സ്നേഹമുള്ള മുത്തശ്ശി എന്നുള്ള രീതിയിലാണ് അന്ന് പണ്ട് ഈ സിനിമ കാണുമ്പോൾ കാണുന്നെങ്കിൽ, ഇന്ന് തിയേറ്ററിൽ ഇത്രയും ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് നമ്മൾ സിനിമ കാണുന്ന സമയത്ത് അവർ ആക്ച്വലി അത്ര എനിക്കങ്ങനെ തോന്നുന്നില്ല. കാര്യം മുത്തശ്ശൻ ഗുണ്ടായിസം കാണിച്ചു, അപ്പോൾ എൻ്റെ ഇനിയുള്ള മക്കളിലോ കൊച്ചുമക്കളിലോ ആരെങ്കിലും ഒരാളൊരു ഗുണ്ടായിസം കാണിക്കുന്ന ആൾ വേണം, അങ്ങനെ ഒരാൾ എനിക്ക് കിട്ടി, അവനെ ഞാൻ അതിന് പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്ന ചില സമയത്ത് ഭയങ്കര ഒരു ഈവിൾ ടച്ച് ഇല്ലേ എന്നൊക്കെ തോന്നിപ്പോവാണ്. അതേപോലെ തന്നെ പെർഫോമൻസുകൾ, സത്യം പറയാമല്ലോ, ഫിലോമിന എന്ന് പറയുന്ന അഭിനേത്രീനെ
അപ്രിഷ്യേറ്റ് ചെയ്യാൻ മറന്നുപോയല്ലോ എന്ന് തോന്നിപ്പിച്ച ഒരു അനുഭവമായിരുന്നു കിരീടം കാണുന്ന സമയത്ത്. കാര്യം ഇപ്പോൾ സേതുമാധവൻ അവരുടെ വീട്ടിലേക്ക് വരുന്നു. സിനിമയുടെ തുടക്കത്തിൽ ലാലേട്ടൻ അവരുടെ വീട്ടിൽ പോയി പുട്ട് കഴിക്കുന്ന സീനാണ്. അപ്പോൾ ആ സീനിൽ ഇവരുടെ ഭർത്താവിനെ കുറിച്ച് പറയുകയാണ്. ഒറ്റ ടേക്കാണ് ഇരുന്ന് ആലോചിച്ച്. അപ്പോൾ ഒരു സെൻറ്റൻസ് പറഞ്ഞതിന് ശേഷം അവരൊരു സ്പേസ് എടുക്കുന്നുണ്ട്, ഒരു ബ്രീത്ത് എടുത്ത്, പിന്നെ കൊച്ചുമോനെ ഒന്ന് നോക്കി അടുത്ത ഡയലോഗ് പറഞ്ഞ്. മാൻ ഇങ്ങനെ കാണുമ്പോഴേ ഇത് നമ്മൾ ചെറിയ സ്ക്രീനിൽ നമ്മൾ ഇൻ്റർനെറ്റിൽ കിട്ടുന്ന കോപ്പിയോ ഈവൻ ടി വിയിലോ ഒരു പക്ഷേ നമ്മുടെ ഒരു 10-32 അല്ലെങ്കിൽ ഒരു 42 ഇഞ്ച് ടി വിയിലോ കണ്ടാൽ അതിൽ അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറം എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അയ്യോ എന്ത് രസമായിട്ട് അവർ ആ കഥ പറയുന്നത്. ശങ്കരാടി അദ്ദേഹം ഈ സേതുമാധവൻ മകളെ കാണാൻ വരുന്ന ആ ലാസ്റ്റ് സീനിൽ പരിഭ്രമിച്ച് പുറകോട്ട് നിൽക്കുന്നതിലെ അവരുടെയൊക്കെ ഫേഷ്യൽ കുറേ സാധനങ്ങൾ അവർ ഇങ്ങനെ കാണിക്കുമ്പോഴേ, അതുപോലെ ജഗതി ചേട്ടൻ, അയ്യോ ജഗതി ചേട്ടൻ്റെ ക്യാരക്ടർ എന്തൊരു സാധനമാണ്. ശരിക്കും ഇത് റീവാച്ച് ചെയ്താൽ പോലും, അതായത് നമ്മൾ യൂട്യൂബിലൊക്കെ എടുത്ത് വെച്ച് റീവാച്ച് ചെയ്താൽ പോലും കിട്ടുന്നതിനും അപ്പുറത്തേക്ക് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. ഇതിലെ കൂട്ടുകാർ ആളുകളൊക്കെ കുറേയും കൂടി, അതായത് തിയേറ്ററിൽ കാണുന്നതുകൊണ്ട് മാത്രം നമ്മൾ അതിൽ ലയിച്ചിരുന്ന് കാണുന്നതുകൊണ്ട് നമുക്കിതിലെ ഓരോ ക്യാരക്ടറിനോടും ഇമോഷണലി ഫീൽ ചെയ്യുന്നൊരു കണക്റ്റ് വളരെ നാച്ചുറലായിട്ട് ഇവരെന്ത് ഈസി ആയിട്ട് ഇമോഷൻസൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത്. നമ്മുടെ ലാലേട്ടൻ, ഈ പറഞ്ഞ ശങ്കരാടി, ലാലേട്ടൻ്റെ അനിയത്തിയായിട്ട് വരുന്ന ഉഷ, ഇപ്പം ജഗദീഷ്, മണിയമ്പിള്ള രാജു, നമ്മുടെ കീരിക്കാടൻ ജോസ്, ഹൈദ്രോസ്, ഇവരൊക്കെ ചുമ്മാ നിൽക്കുന്ന ഷോട്ടിൽ പോലും, അതായത് നമ്മൾ ടി വിയിൽ കാണുമ്പോൾ ലാലേട്ടനിലേക്കോ അതുപോലെ തിലകരിലേക്കോ ഒക്കെ എക്സ്പ്രഷൻ പോകുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരും ഭയങ്കര സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. അവർ ഭയങ്കര നാച്ചുറലി അങ്ങനെ നിൽക്കുക. ഇനി ഇതുപോലൊരു സിനിമ, ഇങ്ങനൊരു തിരക്കഥ തന്നെ ഒരാൾ സംഘടിപ്പിച്ചുകൊണ്ട് വന്നാൽ പോലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ടോ? ഇപ്പം ശങ്കരാടിയും തിലകനും കൂടി ഇരുന്ന് വെള്ളം ഒടിക്കുന്ന ഒരു സീനാണ്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പം ശങ്കരാടി ഈസ് വേറെ ലെവൽ പരിപാടി മാൻ. പിന്നെ ഫൈറ്റ് സീക്വൻസ്, അതിലവരെടുത്തിട്ടുള്ള റിസ്ക് എലമെൻറ്റ്, ഒരുപാട് ചളിയൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഇവർ ഫൈറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ഇപ്പം ഹൈദ്രോസ് ചെന്ന് വീഴുന്ന, കൊച്ചിൻ ഹനീഫ ചെന്ന് വീഴുന്ന ഒരു ഷോട്ടുണ്ട്. 2 വെള്ളത്തിൻ്റെ ഇതുണ്ട്, അവിടെ കറക്റ്റായിട്ട് 2 കൈയും വെച്ചിട്ടൊക്കെ വീഴുന്നു. ഒന്ന് അതിൽ ഭയങ്കര റിസ്ക് ഉണ്ട്, 2 അത് അങ്ങനെ കാണുമ്പോഴും അത് ഭയങ്കര രസമാണത്. അതുപോലെ അച്യുതൻ നായർ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ ഇപ്പോൾ കണ്ടപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ അച്യുതൻ നായർ മകൻ സേതുമാധവനോട് ദേവിയുടെ കല്യാണമാണ്, അതായത് ഇവൻ ആഗ്രഹിച്ചിരുന്ന ഇവൻ്റെ മുറപ്പെണ്ണിൻ്റെ കല്യാണമാണ് എന്നുള്ള കാര്യം വളരെയധികം വേദനയോടെ ചെന്ന് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ആദ്യം ഒരു പൊതിച്ചോറ് കൊണ്ട് വെച്ച് അത് ഞാൻ കഴിച്ചോളാം അച്ഛൻ പൊക്കോളൂ എന്ന് മകൻ പറയുന്നു. അവനോടൊരു മാപ്പ് പറയാൻ ശ്രമം നടത്തുമ്പോൾ അവൻ ആ മാപ്പിൻ്റെ ആവശ്യമില്ലെന്ന് അച്ഛനെ അറിയിക്കുന്നു. അച്ഛൻ പുറത്തേക്ക് ഇറങ്ങുന്നു. ആ ലോക്കപ്പിൻ്റെ സെല്ലിൻ്റെ ഡോറ് പാതി തുറന്നിട്ടുണ്ട്. അവർ ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് പുറത്ത് നിങ്ങോട്ട്, അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. പുറത്ത് നിങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് ലൈറ്റ് വരുന്നു. അപ്പം സേതുമാധവൻ ഇതിൻ്റെ അകത്താണ്, ഇയാൾ ലോക്ക്ഡാണ്, ഇയാളുടെ പുറത്തുള്ള പ്രകാശമാണ്. ആ ഡോർ അടഞ്ഞു കഴിഞ്ഞാൽ ആ പ്രകാശവും കുറയും. അച്ഛൻ അങ്ങോട്ടേക്ക് പോകുന്നു, ഇയാൾ ഇവിടെ ആവുകയാണ്. അവിടെ ദേവിയെ നിനക്ക് നഷ്ടപ്പെടുകയാണ് എന്ന് അച്ഛൻ പറയുമ്പോഴേ, നീ അതിന് അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കരുതെന്നൊക്കെ പറയുമ്പോൾ അത് എന്ത് രസമായിട്ടാണ്. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ പറ്റുകയാണെങ്കിൽ ഒന്ന് പോയി കാണുക. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് റിലീസായ ദിവസം ഏരിയസ് പ്ലക്സിൽ OD1 രാവിലെ 9:00 ഷോ ഉണ്ടായിരുന്നു. പക്ഷേ അന്നേ ദിവസം വേറെ എന്തോ സിനിമ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതായത് അന്ന് റിലീസാവുന്നൊരു സിനിമ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ള രീതിയിൽ ആ പടത്തിന് പോയി. പക്ഷേ ഇന്ന് ഞാൻ സിനിമ കണ്ടത് തിരുവനന്തപുരത്ത് കൈരളി തിയേറ്ററിലായിരുന്നു. അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് സമാധാനം ഉണ്ടായിരുന്നു. മറ്റേ ഫോട്ടോ എടുപ്പുകാരും അങ്ങനത്തെ ആളുകളൊന്നുമില്ല. അപ്പം നമുക്ക് ഭയങ്കര ഇൻവോൾവ് ആയിട്ടിരുന്ന് ഈ പടം കാണാൻ പറ്റും. ഇത്രയും വലിയ സ്ക്രീനിൽ, ഇത്രയും നല്ല സൗണ്ടിനെയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പഴയ പടം കാണുമ്പോൾ പഴയ പടത്തിൻ്റെ ഓഡിയോ കേട്ടിട്ട് നമ്മുടെ മനസ്സിലൊരു ഇമേജ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് പുതിയ സാധനങ്ങൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് അടിക്കും. അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അതിലൊരു നോയ്സ് ഉണ്ടാവും, ഒരു സാധനം ഉണ്ടാവും. ഇത് പലരും നോയ്സിൽ കളഞ്ഞിട്ട് 1-2 ഇൻസ്ട്രുമെൻറ്റ് കൂടെ വായിച്ചിട്ട് അങ്ങനെയൊക്കെ കുറേ കാസറ്റുകളൊക്കെ പണ്ടിറങ്ങുമായിരുന്നു. എനിക്ക് ഇത്രയും ഇഷ്ടമല്ലാത്തൊരു പരിപാടിയില്ല. നമ്മൾ ആ പഴയ സാധനം കേൾക്കുമ്പോൾ അതിൻ്റെ അകത്തെ നോയ്സും അതിൻ്റെ ബ്യൂട്ടിയാണ്, അതും അതിൻ്റെ കൂടെ വരുന്നൊരു സാധനമാണ്. ഈ സിനിമ അവരെങ്ങനെ മിക്സ് ചെയ്തെടുത്തുനിന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ആ ഒരു ചാട്ട എവിടെയും ഫീൽ ചെയ്തില്ല. അത്രയും ക്ലിയർ ആയിട്ട് ഫീൽ ചെയ്തു. അതുപോലെ വിഷ്വൽ സാധനങ്ങളും ഗംഭീരമായിട്ട് തോന്നി. അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ഒക്കെ അതൊക്കെ കീപ്പ് ചെയ്തിട്ട് ഗംഭീരമായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യാൻ തോന്നി. ഇത് ഈ ഒരു രീതിയിൽ മൊത്തത്തിൽ ബിൽഡ് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ള എല്ലാ ടീമും അവർ കംപ്ലീറ്റ്ലി ഒരു വലിയ അപ്രിസിയേഷൻ അർഹിക്കുന്നുണ്ട്. ഇതൊരു തിയേറ്റർ വാച്ച് അർഹിക്കുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ കിരീടം ഫാൻസ് ആണെങ്കിൽ, ലാലേട്ടൻ്റെ ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു വട്ടം ഒന്ന് കണ്ടു നോക്കൂ. മോഹൻലാലിനെ മോഹൻലാലാക്കി മാറ്റിയ സിനിമകളിൽ അതിഗംഭീരമാം വിധം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളിൽ ഒന്ന് തിയേറ്ററിൽ കാണാനൊരു അവസരം കിട്ടുമ്പോൾ നമ്മൾ എന്തിനത് വേണ്ടെന്ന് നോക്കണം. എന്നെ സംബന്ധിച്ച് ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള ലാലേട്ടൻ്റെ പടം അത് കാണുക എന്നുള്ളതായിരുന്നു അതിലെ ത്രില്ല്. അത് ഞാൻ തിയേറ്ററിൽ കണ്ടു. മാൻ, ഇറ്റ്സ് അടിപൊളി. ഇനി ഈ സിനിമ നിങ്ങൾ
തിയേറ്ററിൽ റിലീസിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. അതല്ല ഇത് തിയേറ്ററിൽ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ ഇപ്പോഴല്ല, റിലീസാവുന്ന സമയത്ത് തിയേറ്ററിൽ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ചിലപ്പോൾ അന്ന് നിങ്ങൾ കുട്ടിയായിരുന്നിരിക്കാം, ചിലപ്പോൾ ഒരു കൗമാരക്കാരിയോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരാളോ ഒക്കെ ആയിരുന്നിരിക്കാം. ഇന്ന് ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസിനെ ഓർത്തെടുക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഓഡിയൻസ് എന്തായിരുന്നു ആ അനുഭവം? അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ അറിയാനൊരു കൗതുകമുണ്ട്, ഒരു സന്തോഷമായിരിക്കും അത്. ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കാം.